ദേശീയപാതയിൽ കാസർഗോഡ് അരിക്കാടിയിൽ മാസങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ താൽക്കാലിക ടോൾ പ്ലാസയ്ക്കായി ഒരുക്കിയ ഹമ്പ് തുടർച്ചയായ വാഹനാപകടങ്ങൾക്കിടയാക്കുകയാണ്. ഹമ്പ് നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടും കരാർ കമ്പനി അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഹമ്പിലിടിച്ച് 9 വാഹനാപകടങ്ങളാണ് ദേശീയപാതയിലെ കുമ്പള അരിക്കാടിയിൽ നടന്നത്. കുമ്പള ആരിക്കാടിയിൽ സ്ഥാപിച്ചിരുന്ന താൽക്കാലിക ടോൾ ബൂത്ത് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും ദേശീയപാതയിൽ ഒരുക്കിയ ഹമ്പ് തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് ഇടയാക്കുകയാണ്. വേഗ നിയന്ത്രണങ്ങൾക്കായി സ്ഥാപിച്ച ഹമ്പ് കാരണം 9 അപകടങ്ങളാണ് ഇവിടെ ആഴ്ചകൾക്കിടയിൽ ഉണ്ടായത്. ദേശീയപാതയിൽ മംഗലാപുരത്തേക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊരു ഹമ്പ് ഡ്രൈവർമാർ പ്രതീക്ഷിക്കുന്നില്ല. ഇത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് വാഹനങ്ങൾ ബ്രേക്ക് ചെയ്യുന്നതാണ് കൂട്ടിയിടിക്ക് ഇടയാക്കുന്നത്. കഴിഞ്ഞ ദിവസം വാനിന്റെ പിറകിൽ കാറിടിച്ച് 4 പേർക്ക് പരിക്കേറ്റിരുന്നു. ദേശീയപാതയിൽ അപകടങ്ങൾക്കിടയാക്കുന്ന ഹമ്പ് നീക്കം ചെയ്യണമെന്ന ആവശ്യമുയർന്നിട്ട് മാസങ്ങളായി. ഈ വണ്ടിയൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ ഹമ്പിന് ആംബുലൻസ് ഒക്കെ വരുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുക്കാൻ പറ്റുന്നില്ല. ഈ ഹമ്പിനെ പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് മാറ്റി തന്നെങ്കിൽ അത്രയും സുഖം വണ്ടി കറക്റ്റായി കടന്നു പോകുന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടാണുള്ളത്. വലിയ വലിയ വണ്ടി പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. മഴ വരുന്ന സമയത്ത് ഹമ്പ് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. എന്നാലും അതിനുള്ളൊരു പരിഹാരം കണ്ടെത്തണം. ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലും അപകടക്കെണിയൊരുക്കി ഹമ്പുകളുണ്ട്. ടോൾ പ്ലാസ സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് മുൻപ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. ഇത് പുനഃസ്ഥാപിക്കാത്തതിലും പ്രതിഷേധം ശക്തമാണ്. ദേശീയപാതയിലെ ആരിക്കാടിയിൽ ഹമ്പുകളും ഡിവൈഡറുകളും നീക്കം ചെയ്യാത്തത് തുടർച്ചയായ അപകടങ്ങൾക്കിടയാക്കുന്നത് നാട്ടുകാരിൽ വലിയ പ്രതിഷേധമുയർത്തുകയാണ്. ദിവസങ്ങൾ നീണ്ട ജനകീയ സമരത്തിന് ശേഷമാണ് ഇവിടെ താൽക്കാലിക ടോൾ ബൂത്ത് അടച്ചുപൂട്ടിയത്. മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമ്പുകൾ നീക്കം ചെയ്യാത്തത് വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ്. ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്.